ഇയാളറിയോ? ഇല്ല. ഇതാണ് വിഷ്ണു. ഇയാളെ പറ്റി അങ്ങനെ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ശരിയാവില്ല, ഒരുപാട് പറയാനുണ്ട്. ഒക്കെ പിന്നെ പറഞ്ഞുതരാം. സിന്ധുവിന് എന്താ അസുഖം? കൊച്ചിലെ തൊട്ടുള്ളതാ, ശ്വാസമുട്ടണ്ടിയാ. തുടങ്ങിയ പിന്നെ ഒരാഴ്ചത്തേക്ക് കണ്ടു നിൽക്കുന്നവർക്കൂടെ പ്രയാസമാണ്. താൻ അവിടെ ഇരിക്കി, ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറട്ടെ. ഞാൻ ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കും. അരുന്നത് ഇരിക്കൂട്ടോ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ട്രെയിനിൽ വെച്ച് ചേച്ചി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. എന്ത്? ഡാൻസ് സ്റ്റെപ്സ് ഒക്കെ ഞാൻ മറന്നു കൂട്ടി. അതൊക്കെ ചേച്ചി ചുമ്മാ പറയുന്ന. ചെർപ്പളശ്ശേരിൽ എവിടെയാ വീടെന്ന് പറഞ്ഞത്? അമ്പലത്തിന്റെ തൊട്ടടുത്താ. ഒരിക്കൽ ഞാൻ അവിടെ വന്നിട്ടുണ്ട്, അമ്പലത്തിലെ ഉത്സവത്തിന്. കുട്ടിക്ക് ഓർമ്മയുണ്ടാവുന്നറിയില്ല, ഒരു കൊല്ലം ഉത്സവത്തിന് വെടിക്കെട്ട് കിടക്കുമ്പോ ഊട്ടുപരിക്ക് തീ പിടിച്ചൊരു 12 പേര് മരിച്ചില്ലേ, അന്ന് ഞാനവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇയാളുടെ കാര്യങ്ങൾ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ശരിയാവില്ല എന്ന്. ചെർപ്പളശ്ശേരി അമ്പലത്തിൽ ഉത്സവം കാണാൻ പോയപ്പോ വെടിക്കെട്ടിൽ 12 ആള് മരിച്ചു. ഒരിക്കൽ 2 ഓണത്തിന് തൃശ്ശൂർ കൂട്ടുകാരുമായിട്ട് സിനിമ കാണാൻ പോയപ്പോ ബസ് പാടത്തേക്ക് മറിഞ്ഞ് 7 ആള് മരിച്ചു. തമാശകള് രാമേട്ട. തമാശയോ? താൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ. ദേ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. എന്നാണാവോ ഈ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോണേ? ഇങ്ങനെയാണോ ആദ്യമായിട്ട് ഒരാളിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്? നിങ്ങൾ നല്ല ആളാ. അരുന്ധതി എന്ത് വിചാരിക്കും വിഷ്ണുവിനെ കുറിച്ച്? എന്ത് വിചാരിക്കാൻ, ഇങ്ങനെയും ചില ആൾക്കാർ ബോംബെയിലുണ്ടെന്ന് ഞാൻ ആ കുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുള്ളൂ. തനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. തുമ്പപ്പൂവിന്റെ നിറം, നല്ല നീണ്ട കണ്ണുകൾ, മുട്ടറ്റം വരെ മെടഞ്ഞിട്ട് തലമുടി, തനി വള്ളുവനാടൻ സ്ലാങ്ങിലുള്ള സംസാരം. നമ്മൾ ഈ MTയുടെ ഒക്കെ കഥകളിൽ വായിച്ചിട്ടുള്ള ഏതോ അമ്മണിക്കുട്ടിയോ നന്ദിനിയൊക്കെ പോലുണ്ട്. ഇവിടെ ഏതോ ഓഫീസിലെ ടൈപ്പിസ്റ്റാ. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കഷ്ടിച്ച് 25 കിലോമീറ്റർ ദൂരമുള്ള കുട്ടിയുടെ വീട്ടിലേക്ക്. ചുരുക്കി പറഞ്ഞ ഒരു പ്രേമം തുടങ്ങാനുള്ള എല്ലാ അന്തരീക്ഷമായി. ഇനി വൈകിക്കണ്ട. ഉപദേശം വല്ല ആവശ്യമുണ്ടെങ്കിൽ അപ്പ ചോദിച്ചാൽ മതി. റിഡക്ഷൻ റേറ്റിൽ വിൽപ്പനയ്ക്കുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ നിന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. നീ നിന്റെ കാര്യം നാറാതെ നോക്കിയാൽ മതി. രാജേന്ദ്രൻ നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എടാ, കോടീശ്വരനായ സേട്ടുവിന്റെ ഏക മകളെ വളച്ചൊതുക്കാൻ ഒരു തുക്കട ഡ്രൈവറായി എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ മിടുക്ക് തന്നെയാണ്. അസൂയപ്പെട്ടത് കാര്യമില്ല. അത് നിന്റെ നാവിന്റെ മിടുക്ക്. എടാ, ലൈസൻസ് ഇല്ലാത്തൊരു നാവുണ്ടെങ്കിൽ ഈ രാജ്യത്ത് ആർക്ക് എന്ത് സാധിക്കാം. എങ്കിലും എന്തുകൊണ്ട് നിനക്ക് സാധിക്കുന്നില്ല? എനിക്ക് കുറച്ചാലും കൂടി ജീവിച്ചിരിക്കുന്ന ആഗ്രഹമുള്ളതുകൊണ്ട്. അത് പുറം തന്നെയാണ്. എടാ, ലൈഫിൽ എന്തിനൊരു ത്രില്ല് ഉണ്ടാവണം. എന്തും ഫേസ് ചെയ്യാനുള്ള ചങ്കൂറ്റം വേണം. എങ്കിലും ഈ ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ കാര്യമുള്ളൂ. ഉദാഹരണത്തിന് എന്റെ കാര്യം തന്നെ. അയ്യോ കരീംഭായ്, എടാ, ലൈഫിൽ എന്തും ചെയ്യാനുള്ള ത്രില്ല് വേണം, എന്തും ഫേസ് ചെയ്യാനുള്ള ചങ്കൂറ്റം വേണം. ഞാൻ പിടിച്ചു കൊടുക്കും. വിഷ്ണു, നീ എന്താ ബറാത്ത് രാവിലെ കോഴിനെ പിടിക്കാൻ നടക്കണേ? മൊയിലാരെ കേൾക്കാൻ എടുക്കണേ? തും ചാലു കറോ. കരിമ്പായ എന്താ ഇവിടെ? ഇന്ന വഴിക്ക് നടന്നുകൂടൊന്നും നടന്നിരിച്ചിട്ടൊന്നുമില്ലല്ലോ മുംബൈയില്. ഇത് നമ്മളെ ബിസിനസ് അല്ലേ? ഓരോരുത്തന്മാര് രാവിലെ കുടിന് മുമ്പിൽ അന്ന് ക്യൂ നിൽക്കും പൈസ മേടിച്ചോണ്ട് പോകാൻ. വൈകുന്നേരം ഞാൻ പിരിവിനിറങ്ങണം കൊടുത്ത മുതലും പലിശ തിരിച്ചു കിട്ടാൻ. അതും എന്തൊക്കെ വെട്ടും കുത്തും നടത്തിയിട്ടാണ് തിരിച്ചു മേടിച്ചെടുക്കണതെന്ന് അറിയോ? ഈ 2 അൽശേഷന്മാരെ തീറ്റയും കൊടുത്ത് കൊണ്ടിരിക്കണ വെറുതെ ഒന്ന് കണ്ണുർത്തിയാലേ ഇവറ്റകളൊക്കെ ഒന്ന് പേടിക്കുള്ളൂ. മര്യാദയ്ക്കാണെങ്കിൽ കരീംഭായ് ബഹുത്ത് അച്ഛ ആത്മീയ. തെറ്റിയാൽ എവിടുന്നാണ് ശക്തി വരുന്നത് എനിക്ക് തന്നെ അറിയില്ല. കൊല്ലം കോരായാലും മുംബൈയില് എത്ര വമ്പന്മാരെ കണ്ട് ആരൊക്കെ വന്ന് പോയി. പിന്നെ നിന്റെ കൂടെ താമസിക്കുന്ന ആ ഹിമാലയ രാജേന്ദ്രൻ ഉണ്ടല്ലോ, അവനോട് പറഞ്ഞിക്കണ്ടി എന്നെങ്കിലും കരീംഭായിന്റെ കൈ കിട്ടുന്നു. ഇവൻ പല വകയിൽ പലപ്പോഴായിട്ട് 10-2000 ഉറുപ്പിക എന്നോട് വാങ്ങിക്കൊണ്ടേയിട്ടുണ്ട്. ഇപ്പൊ പലിശയില്ല, മുതലുമില്ല. പിന്നെ നാട്ടുകാരനാണ്, നിന്റെ ചങ്ങായിയാണ് എന്നുള്ള നിലക്കൊക്കെ ക്ഷമിച്ച് അവൻ നേരാവില്ലട്ടോ. അവന് ഈ അൽസേഷന്മാരെ കൊണ്ടൊന്ന് കൈകാര്യം ചെയ്യാറുന്നില്ല കരിമ്പായി. അതിന്റെ ഒന്നും ആവശ്യമില്ല. അവൻ എന്റെ കൈ കിട്ടിയ മുറുക്ക് പൊടിക്കുമ്പോൾ പൊടിക്കൂല. നിന്നായിട്ട് സംസാരിച്ചിരുന്ന എന്റെ പണി നടക്കൂല. ആ തല വരെ പിരിവെടുക്കണം. ചലോ. इसके लिए कैसे शुक्रिया अदा करो दोस्त? कितना हुआ भाई? 5 रुपए. सिर्फ 5 रुपए? 5 रुपए. शुक्रिया. ഗുഡ് ഈവനിങ് മിസ് അരുന്ധതി. ഗുഡ് ഈവനിങ്. മാറ്റൻ വിളിച്ചത്? ഒരു നിമിഷം എന്റെ മുറിയിലേക്കൊന്ന് വരൂ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് മിസ് അരുന്ധതിക്ക് അറിയാമോ? മേറ്റന്റെ വിവാഹ വാർഷികം. എങ്ങനെ മനസ്സിലായി? രാവിലെ മേറ്റൻ പറഞ്ഞിരുന്നു, സ്വീറ്റ്സും തന്നു. യെസ് യെസ്. 30 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ഫൈൻ തേഴ്സ്ഡേ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അന്ന് ഐ വാസ് സ്വീറ്റ് 17. ഞാൻ എന്റെ ഡ്രസ് വാഷ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞു വന്നിട്ട് ആ നല്ല നാളുകൾ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയത്.
God was crazy. മിസ് അരുന്ധതിക്ക് അറിയാമോ? മേറ്റും തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ, 6 മാസം കഴിഞ്ഞ് ഒരു കാർ ആക്സിഡന്റിൽ അദ്ദേഹം മരിച്ചുവെന്നും പിന്നെയുള്ള കാലം മുഴുവൻ അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായി ജീവിക്കണമെന്നൊക്കെ. യു ആർ റൈറ്റ്. ആ ഓർമ്മകളുമായി ഞാൻ ഇപ്പോഴും ജീവിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്ന് മിസ് അരുന്ധതിക്ക് അറിയാമോ? ഞാൻ റൂമിലേക്ക് പോട്ടെ മാഡം, കുറച്ച് ജോലി ഉണ്ടായിരുന്നു. 1 മിനിറ്റ് കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. മിസ്സസ് അച്ചാമ്മയുടെ വാച്ച് ഉണ്ടല്ലോ? ഉണ്ട്. ഇപ്പൊ സമയം എത്രയായി? 7:20. ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ഷാർപ്പ് 7 o'clock ഹോസ്റ്റലിൽ എത്തിയിരിക്കണമെന്ന്. ബട്ട് യു ഓൾവേസ് നെഗ്ലക്ട് മൈ വേർഡ്സ്. എന്ത് ചെയ്യാനാ മാഡം, ഓഫീസ് വിട്ട് ഈ തിരക്കില് ഇലക്ട്രിക് ട്രെയിൻ കയറി ഇവിടെ എത്തുമ്പോഴേക്കും ഈ സമയാവും. അതൊരു എക്സ്ക്യൂസ് അല്ല, ഇതൊരു സ്ഥാപനമാണ്. ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കേണ്ട ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതനുസരിക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. Otherwise you can find out a better place. Okay? എന്റെ തിരുമുൽപ്പാടെ, ഞാൻ ഈ ഓടുന്ന ഓട്ടം നേർക്ക് നേരെ ഓടുകയാണെങ്കിൽ ഇപ്പൊ കോഴിക്കോട്ട് എത്തിയിട്ടുണ്ടാവും. രാവിലെ പൈസ വാങ്ങാൻ വരുമ്പോ ഏത് മരമൂന്തനും ഒരു സ്മൈലാ. വൈകുന്നേരം ഇത് തിരിച്ചു വാങ്ങാൻ ചെല്ലുമ്പോഴോ നീർനായന്റെ അടുക്കല്ലേ മുങ്ങണത്. അങ്ങനെയുള്ളവരെ പിടിക്കാനല്ലേ എന്റെ കരിമ്പായി മിടുക്കന്മാരായ 2 അൽസേഷന്മാര്. 10 ഓംലറ്റല്ലേ 2 ആൾക്കും. ആ ദോഷത്ര വെച്ച് വേണ്ടി വരും. അതും കൂടെ ഒരു പൗപ്പത്ത് വേണേ പിന്നെ ഒരു ചോദിച്ചോളല്ലോ. ഇവറ്റകൾക്ക് തീറ്റ കൊടുത്ത് നിങ്ങൾ മുടിയല്ലോ എന്റെ കരിമ്പായി. ഇവരെ മുമ്പിലെടുത്തല്ലേ ഞാൻ ബിസിനസ് നടത്തണേ. ഒരു മുഖം വെച്ച് കൂട്ടാൻ 2 എണ്ണത്തിനെയും അല്ലാണ്ടെന്തിനു കൊള്ളാം. കളുതകളാണ് രണ്ടും, എന്നാലും നന്ദിയുണ്ട്. ഞാനെന്ന് വെച്ച ജീവനാണ് ഇവറ്റകൾക്ക്. എന്തിന് എന്റെ ശരീരത്തിൽ ഒരു ഈച്ച വന്നിരിക്കാൻ ഇവർ സമ്മതിക്കൂല. സാരമില്ല കരിമ്പായി, അവര് സ്നേഹം കൊണ്ട് ചെയ്തല്ലേ. ഞാൻ കുറച്ച് പിണ്ണതൈലം തരാം, അത് പെരട്ടി ഒഴിഞ്ഞാൽ മതി. നീ എന്നെ ഉപദേശിക്കാൻ വേണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞത് തെറ്റ്. പിന്നെ അല്ലാതെ കരിമ്പായി അവൻ അങ്ങനെ വിട്ടാ ശരിയാവില്ല. കരിമ്പായി നെല്ല് എന്റെ കൈ കിട്ടൂലെന്ന് വിചാരിച്ചോ? അവിടെ മുങ്ങി ഇവിടെ മുങ്ങി കുറെ കാലായി നീ എന്റെ കണ്ണും പെട്ടിച്ച് നടക്കുന്നു. അയ്യോ, ഞാനും 2 ദിവസമായിട്ട് കരിമ്പായി അന്വേഷിച്ച് നടക്കായിരുന്നു. അല്ലേ വിഷ്ണു? വിഷ്ണു, നിനക്ക് ഇന്ന് കടം തന്ന രൂപ ഇങ്ങ് തിരികെ തന്നേരെ. കരിമ്പായുടെ കടം അങ്ങ് തീർത്തേക്കാം. ഏത് രൂപ? ഇന്ന് രാവിലെ ഞാൻ. എടാ രാജേന്ദ്ര, വിളവ് നിനക്കാണെങ്കിലും വയസ്സ് എനിക്കാണ്. നീ തരാനുള്ള കാശെടു. കാശ് തരില്ല ഞാൻ പറഞ്ഞില്ലല്ലോ. ആദ്യം ഒന്ന് വിടാൻ പറയാവരോട്. ചോടോ. നീ ഇവിടെ ആർക്കൊക്കെ കാശ് കൊടുക്കാൻ ഇല്ലാത്തതുണ്ട്. ഇവിടുന്ന് തിന്നെന്റെ കണക്കൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് വസൂലാക്കിയുള്ള കരിമ്പായി. നാണം ഉണ്ടോടാ നിനക്ക്? എല്ലാവരെയും നക്കാപ്പിച്ച കാശ് മേടിച്ചിട്ട് സേട്ടുവിന്റെ മാളുടെ മുമ്പിൽ ആളാവേണ്ട വല്ല കാര്യമുണ്ടോ? ചിരിക്കല്ലേ. എടാ ഇലനക്കി നായയുടെ കിരിനക്കി നായ വരുത് വെക്കട പൈസ. മലയാളികൾക്ക് കൂടി നാണക്കേട് ഉണ്ടാക്കുന്ന വിധത്തിലല്ലേ നീ ഇവിടെ ജീവിക്കുന്നത്? അത് മാത്രം പറയരുത്. ഞാൻ മലയാളിയാണെങ്കിൽ നിങ്ങളുടെ എല്ലാം കാശ് തിരികെ തരും. തുമാരാ കാശ് വാപ്പസ് ദേഗാ, തുമാരാ പൈസ ദേഗാ, തുമാരാ പൈസ ദേഗാ और തുമാരാ भी देगा. എനിക്ക് ഒരു നല്ല കാലം വരും. ഏക് ദിൻ ഹം ബബ്ബേ കാ രാജാ ബനേഗാ. ഇന്ന് ചെലവ് കരിമ്പായുടെ വക ആയിക്കോട്ടെ. എല്ലാവർക്കും ഒരു ആംലെറ്റ് അടിക്കുന്ന ഉൾപ്പെടെ. എന്നാ ഡബിൾ ആയിക്കോട്ടെ. ഇതൊക്കെ ഒരു തമാശ അല്ലേ കരിമ്പായി? എനിക്ക് സീരിയസാ. തയ്യം തത്ത തയ്യം താഹ തയ്യം തത്ത തേയ് തേയ് തിതി തേയ്. നേരത്തെ പറഞ്ഞതല്ലേ കാല് പുറകോട്ട് വെച്ചിട്ട്? അത് തേയ് തേയ് തിതി തേയ്. ചേച്ചി ഒന്ന് കാണിച്ചതാ. തയ്യം തത്ത തയ്യം താഹ തയ്യം തത്ത തേയ് തേയ് തിതി തേയ്. എന്താടാ പൊട്ട? फिर उसके बाद कुमार सानू का हिंदुस्तानी म्यूजिक कंसर्ट. वाह वाह, जवाब नहीं. बहुत मजा आया. और तीसरा प्रोग्राम था उषा उदुप का वो वेस्टर्न म्यूजिक, एकदम फर्स्ट क्लास. That I love him so, he went away. Excuse me. ബോറടിക്കണ്ടല്ലേ? നീ എന്തായി ഫ്രഷ് ലൈൻ കഴിക്കാത്ത? മധുരയില്ലേ?
നിനക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ വേഗം പറഞ്ഞു തോലേക്ക്. എനിക്ക് പോയിട്ട് വേറെ പണിയുള്ളത്. വെയിറ്റ് ചെയ്യ്, ഒരു മാറ്റർ ഉണ്ട്. നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായല്ലോ. ആയല്ലോ, ഒരു അരമണിക്കൂറുണ്ട്. ഒരു അർജന്റ് മാറ്റർ ആണ്. നിന്റെ സഹായം എനിക്ക് കൂടിയേ കഴിയൂ. വെയിറ്റ് ചെയ്യ് പ്ലീസ്. By the by, you like cricket? Yeah. How about you? Me too. I like cricket very much. Cricket तो मेरे लिए जिंदगी है. वो कल का क्रिकेट मैच टीवी पे देखा? हाँ. वाह वाह, कपिल देव का जवाब नहीं था. क्या मार रहा है यार. हमसे पूछेगा तो हम बता देंगे कपिल देव सबसे अच्छा प्लेयर है. कपिल देव का क्या बैटिंग है, क्या बॉलिंग है, क्या फील्डिंग है. और कुछ चाहिए? नहीं नहीं. नहीं, बिल्ला. Excuse me, एक मिनट.